ഹാസ്യമായാലും ചരിത്രമായാലും ലളിതമായ ഭാഷയിൽ ആകർഷകമായ ആഖ്യാന രീതിയിലൂടെ അത് നിങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. കഥാപ്രസംഗ ലോകത്തെ കുലപതിയായ സാംബശിവനും ഹാസ്യ കഥാപ്രസംഗത്തിലെ ഒഴിച്ചുകൂടാത്ത പേരായ VD രാജപ്പനും ഒക്കെ പഴയ തലമുറയ്ക്ക് പരിചിതമായ വ്യക്തികളാണ്. ഇതാ വരുന്നു ടീം 29ലെ കുറച്ച് പഴക്കം ചെന്ന യുവാക്കൾ ഒരു അടിപൊളി കഥാപ്രസംഗവുമായി നിങ്ങളുടെ മുൻപിലേക്ക്. പ്രിയമുള്ള നാട്ടുകാരെ, പയ്യാവൂർ റവന്യൂ കൂട്ടിലും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സൈലന്റ് ആയിരിക്കുക. നമ്മുടെ എത്രയും പെട്ടെന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറി അമ്പലം മെഴുകി മുട്ടമ്പല ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാനിവിടുന്ന് വിളിക്കപ്പെടുന്ന ക്ലീൻ ആക്കാൻ എന്താണ് അവന്റെ സാധനം ഇരിക്കുന്നുണ്ടല്ലേ ഈ കമ്പനിക്കാരെ പരിപാടി തുടങ്ങാനാണ് ഈ സമയം എടുത്തോണ്ടിരിക്കുക. റെഡിയാണല്ലോ ഞങ്ങള് പക്കമേളക്കാരെ ആദ്യം കൊണ്ട് പറഞ്ഞു വിട്ടേക്കും. അനൗൺസ് ചെയ്തേ. ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന കാർത്തികൻ കൈതക്കാട് രമണന്റെയും സംഘത്തിന്റെയും കഥാപ്രസംഗം ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അറിയിപ്പുണ്ട്. ഈ എക്കോ എങ്ങാനും വരുമോ? എക്കോ വന്നു കഴിഞ്ഞാൽ പരിപാടി പൊളിയും കേട്ടോ. എക്കോ വന്നാൽ പരിപാടി പൊളിയും. ഒരുത്തരം ഞാൻ ഇങ്ങോട്ട് കേട്ടില്ല. അവൻ വന്നു കഴിഞ്ഞാൽ കൈയും കാലും തല്ലി പിടിച്ചാൽ സ്റ്റേജിന്റെ പുറകിലിട്ടൊക്കെ ധൈര്യമായിട്ടില്ല. ആരെ? എക്കോന്റെ എക്കോ എന്ന് പറഞ്ഞാൽ ആ എക്കോ അല്ല. ഹലോ 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 ഈ എക്കോ ഒക്കെ എക്കോ ചോദിക്കേണ്ട നേരം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അടിച്ചുതളിക്കാരി ജാനു ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കാരണം ഞാൻ അവിടെ ഉണ്ടാകും. നീക്ക് തെറ്റിദ്ധരിച്ച പോലെയൊന്നുമല്ല. ജാനു ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിലേക്ക് വരണ്ട. ഞാൻ അവിടെ വന്ന് കണ്ടോളാം. കോച്ചിന്റെ കാശ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. വാസക്കമ്പളം. മറ്റൊരു അറിയിപ്പുണ്ട്. അമ്പലക്കുളത്തിന് അടുത്ത് കെട്ടിയിരിക്കുന്ന നമ്മുടെ ആന ലേശം വികൃതിയാണ്. ഈ ആന പ്രത്യേകിച്ച് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ആന ഉപദ്രവിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് കഥ ആരംഭിക്കാൻ നോക്ക്. പിന്നെ നിങ്ങളല്ലേ ഗാർഡിയൻ ഓർക്കസ്ട്രക്കാര്? നിങ്ങളുടെ കൂടെ വന്ന ആരെങ്കിലും ഒരുത്തരാണോ അവിടെ മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങണത്? അയ്യോ ഏട്ടത് ആളല്ല, അത് തമ്പുരുവാ. തമ്പുരു തമ്പുരുവായാലും കിമ്പുരുവായാലും ചോറ് നിന്നിട്ട് കിടക്കാൻ പറ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ ചോറ് കിട്ടൂല. മനസ്സിലായോ? ഇവിടെയാ കഥ നടക്കുന്നത്. കൊണ്ടുപോവാ. ഇല്ല എന്തെടുത്തിരുത് തൊട്ടുപാടാനായിരുന്നു. തെറ്റിദ്ധരിച്ചു. അഭിമന്യരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾക്കേവർക്കും കൈതക്കാട് രമണനും സംഘത്തിന്റെയും 1000 അഭിവാദനങ്ങൾ. കാശ് തരണം ദുർഗേ, കട്ടൻ കാപ്പി തരണം ദുർഗേ.
ഇന്നലെ കഥ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും നേരത്തെ വീട്ടിൽ പോയില്ല. ആശാ മാത്രമേ താമസിച്ചു പോയി. അതെ ആശാനെ കണ്ടില്ലേ? അല്ല, നിങ്ങൾക്ക് അറിയാം, എനിക്ക് ഈ കഥാപുസ്തകത്തിന്റെ ഇടയിൽ കുറച്ച് കച്ചവട പരിപാടിയൊക്കെ അമ്പലപ്പറമ്പിലൊക്കെ ഉള്ളതായിരുന്നു. മരുന്ന് കച്ചവടം, ബുക്ക് കച്ചവടം, അങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉള്ളത്. ഇങ്ങനെ കഥാപുസ്തകം കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്ക്. അപ്പൊ ഈ ബുക്കും മരുന്നൊക്കെ അവിടെ തന്നെ അങ്ങ് വിറ്റ് സ്വന്തം തൊണ്ടയ്ക്ക് ഇത്ര അടഞ്ഞു പോയി. ആൾക്കാർ ബഹളം വെച്ച് തുടങ്ങി. ഇന്നലെ എന്റെ കഥ നടന്നത് മൂന്നാറ് 6 മണിക്ക് കഥ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് കഥ നടക്കുന്നത് എവിടെയാണെന്ന്, കോയമ്പത്തൂരാണോ എന്ന്, അല്ലെങ്കിൽ കോലഞ്ചേരിയിലാണോ എന്ന്. പക്ഷെ ഇവിടെയെങ്കുമല്ല. ഇന്ന് കഥ നടക്കുന്നത് ഇന്ന് പാലക്കാട്, കോഴിക്കോട്, കോഴിക്കോട്, എന്റെ കഥ പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ റിക്കാർഡോ ഫെർണാണ്ടോയുടെ എൻഡർ ദ ഡ്രാഗൺ എന്ന കഥയുടെ മലയാള പരിഭാഷയായ ഇന്ത്യയുടെ രാഘവ എന്ന കഥയിൽ നിന്നും അതിന്റെ ഏടിൽ നിന്നും മാന്തി പറിച്ചെടുത്ത് അത് വെയിലത്തിട്ട് ഉണക്കി അതിൽ നവസാരം, ഇന്ദുപ്പ്, അല്പക്കാരം, കൊത്താമല്ലി ഇവയെല്ലാം ചേർത്ത് പൊടിച്ച് സമമാക്കി ഒരു കുപ്പിയിലാക്കി പൊടിച്ചെടുത്തിട്ട് അതിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് നമ്മുടെ കയ്യിൽ തിരുമി ദേഹമാസകലം പുരട്ടിയാൽ ശരീരത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു വ്രണങ്ങൾ, കൊച്ചു കൊച്ചു കുട്ടങ്ങൾ, അങ്ങനെയുള്ള പാടുകൾ മാറി കിട്ടും. ചെറിയ ഡെപ്പിക്ക് വില 20 രൂപ, വലിയ ഡെപ്പിക്ക് വില 50 രൂപ. ചെറിയ പാലക്കാട്, കോഴിക്കോട്, പാരിപ്പള്ളി, പാലക്കാട്, കോഴിക്കോട്, പാരിപ്പള്ളി. സഹൃദയരെ, നമ്മുടെ കഥ നടക്കുന്ന എവിടെയെങ്കിലുമല്ല, എത്യോപ്യ. ആ എത്യോപ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യയിലുള്ള ഒരു കൊച്ചു ഗ്രാമം, പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യയിലുള്ള ഒരു കൊച്ചു ഗ്രാമം. പിച്ചക്കാരെല്ലാരും തന്നതാണോ ദൈവത്തിലിരുന്ന് പണിഞ്ഞതാണോ, ദൈവത്തിലിരുന്ന് പണിഞ്ഞതാണോ, ദൈവത്തിലിരുന്ന് പണിഞ്ഞതാണോ, ദൈവത്തിലിരുന്ന് പണിഞ്ഞതാണോ. ആ ഗ്രാമത്തിൽ സുപ്രഭാതം അതിരാവിലെ തന്നെ പൊട്ടി പണ്ടാരടക്കി. പെട്ടെന്ന് ആ ചെറ്റപ്പുരയുടെ മുന്നിൽ നിന്നും ആ വാതിൽ മെല്ലെ പുറത്തേക്ക് തുറന്നു. അതിൽ നിന്നും അത് ആരോഗ്യത്തിന്റെ ഗോത്രനുമായ സൂത്രനുമായ ഒരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവനാണ് നമ്മുടെ കഥാനായകൻ ഈ സുപ്രൻ ചുറ്റും നോക്കി, ആരുമില്ല. അവൻ മുന്നോട്ട് വന്നിട്ട് തന്റെ അരയിൽ തിരിയിരുന്ന ആ ഓടക്കുഴലെടുത്ത് അതിമനോഹരമായി തബല വായിക്കാൻ തുടങ്ങി. ശ്രമിക്കണം, ഓടക്കുഴലെടുത്ത് വീണ വായിക്കാൻ തുടങ്ങി. ഓടക്കൊണ്ടെടുത്ത് ഗിറ്റാർ വായിച്ചു. അതെ, അവൻ അതെടുത്ത് അത് വായിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ശബ്ദം, മുറ്റത്തൊരു മൈന. കാക്ക ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. സുപ്രൻ തിരിഞ്ഞു നോക്കിയില്ല, മൈന ചമ്മിപ്പോയി. പാവം മൈന ചമ്മിപ്പോയി. മൈന ചമ്മി ചമ്മി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു മൈനയ്ക്ക് ഇതുപോലെ പറ്റരുത് ദൈവമേ. ഇത് കാക്കയല്ലേ? ആ മൈന മൂത്ത കാക്കയായിരുന്നു. അതാ പെട്ടെന്നൊരു ശബ്ദം. ഈ തവണ സുപ്രൻ തിരിഞ്ഞു നോക്കി. അങ്ങ് അകലെ നിന്നും ആരും ഓടി വരുന്നു. ഒരു സുന്ദരിയായി പെൺകുട്ടി. അടിമാലി ശാന്തയാണോ? അല്ല, അമ്മനെ മേടിയായിരിക്കും. ഇവരാരുമല്ല, നമ്മുടെ കഥാനായിക അമ്മണി. അമ്മണി ഓടി വരികയാണ്. ഓടി വന്ന അമ്മണി ഒരു കല്ലിൽ തട്ടി അലച്ചു കിട്ടി പടക്കോന്ന് പറഞ്ഞ് അവിടെ വീണു. സുപ്രനോട് ചെന്ന് ചോദിച്ചു, പെണ്ണെ നിനക്ക് എന്താ പറ്റിയത്? എന്റെ കാലൊന്ന് ഒടുക്കി. ഇല്ല, കാൽ ഒടിഞ്ഞു കാണും. ഇല്ല, കാലൊടുക്കി. ഒടിഞ്ഞു കാണും. ഇങ്ങനെ സംശയം തോന്നിയാൽ എന്റെ കയ്യിലുള്ള ഈ കടവി പ്രമാണി തൈലം ഒരല്പം എടുത്ത് കയ്യിൽ പുരട്ടിയതിന് ശേഷം അടുത്തുള്ള ബക്കറ്റിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം കൊണ്ട് അത് ശരിക്കും ഇങ്ങനെ തിരുമ്മി കൊടുക്കുക. ചെറിയ ബോട്ടിലിന്റെ വില 5 രൂപ, വലിയ ബോട്ടിന് 10 രൂപ. വലിയ ബോട്ടിൽ വാങ്ങുന്ന എന്റെ കയ്യിലുള്ള ഇറങ്ങിപ്പാൽ കയം വാങ്ങുക. എന്ന് പറയുന്ന മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു കറുപ്പ. വലിയ ഡെപ്പിയുടെ വില 50 രൂപ. വലിയ ഡെപ്പി വാങ്ങുന്നത് നിങ്ങൾ ക്ഷമിക്കണം.
സഹോദരി, ഇതോടെ എന്റെ കഥ കഴിഞ്ഞു.